അഡ്വക്കേറ്റ് ഷാജഹാൻ, ഇവിടെ ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും നാൾ ഇത് മൂടി വെച്ചത് തെറ്റ് തന്നെയാണ്. പൊതുസമൂഹം അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം അത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളാരും കണ്ടിട്ടില്ല, കോൺഗ്രസ്സുകാരൊന്നും അത് ഉന്നയിച്ച് കണ്ടിട്ടില്ല, പൊതുസമൂഹവും അത് ചർച്ച ചെയ്തിട്ടില്ല. സോയ ജോസഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഇത്ര ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്നറിയുമ്പോഴല്ലേ പ്രതികരിക്കാൻ കഴിയും. അങ്ങനെ സർക്കാരിന് മുമ്പിൽ എത്രയോ റിപ്പോർട്ടുകളുണ്ട്, പല റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. പക്ഷേ ഇത് ഇത്ര ഭീകരമാണ് എന്നറിയുന്നത്, ഇത്തരത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോലും പിടിച്ചു വെച്ച് ബാക്കി ഭാഗങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോഴാണ് ഇത് ഇത്രയും ഗുരുതരമായ സ്ത്രീകളെ ഇത്രയധികം ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ രഞ്ജിത്ത് അടക്കമുള്ള സിദ്ദിഖ് അടക്കമുള്ള ആളുകൾക്ക് രാജിവെക്കേണ്ട സാഹചര്യം വരുന്നത് ഈ റിപ്പോർട്ടിലെ ഈ പരാമർശങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിലെ മറ്റു ഭാഗങ്ങൾ കൂടി പുറത്തു വന്നാൽ പല തലകളും ഉരുളുകയില്ലേ ഷാജഹാൻ? എനിക്കിതിനകത്ത് ഇപ്പോൾ ഈ ഡോക്ടർ സോയ ജോസഫ് അല്ലേ? അതെ അതെ, സോയ ജോസഫ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണല്ലോ. എനിക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് സംബന്ധിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, 2019 ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. 2024 ഓഗസ്റ്റ് 19 ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായത് എന്നൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, 5 വർഷക്കാലം ഇത് പുറത്തു വരാതിരുന്ന സമയത്ത് ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്താണ് കോൺഗ്രസോ പ്രതിപക്ഷമോ ചെയ്തത്? ഒന്നാമത്തെ ചോദ്യം. കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ കാരണം കുറച്ച് വിവരാവകാശ പ്രവർത്തകരും കുറച്ച് മാധ്യമ പ്രവർത്തകരും കോടതിയുമാണ്. ഇത് പുറത്തു കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ്സുകാരും ഒന്നും ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയോ കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവോ ഇത് പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ട് ഒരു വിവരാവകാശ അപേക്ഷ പോലും കൊടുത്തതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നെന്നും എന്നൊക്കെ പറയുന്നതൊക്കെ അബദ്ധമാണ്. ഒരു ചർച്ചയും ഇവിടുത്തെ പ്രതിപക്ഷമോ ഇവിടുത്തെ കോൺഗ്രസോ ഇവിടുത്തെ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരോ നടത്തിയതായിട്ട് എനിക്ക് യാതൊരു അറിവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീമതി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞത് ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി, ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണുള്ളത്. ഓഗസ്റ്റ് 19 ഇത് പുറത്തു കൊണ്ടുവന്നല്ലോ. ഇന്ന് ഓഗസ്റ്റ് 26 ഇതിനുള്ളിൽ എന്തുമാത്രം വെളിപ്പെടുത്തലുകൾ നടന്നു ഡോക്ടർ സോയ ജോസഫ്? കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകാത്ത നിലയിലുള്ള അത്ര വലിയൊരു ഭൂകമ്പമല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്? ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ച് പോകേണ്ടി വന്നു. അമ്മ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരുടെ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സിദ്ദിഖ് പോകേണ്ടി വന്നു. ജനറൽ സെക്രട്ടറി പോകേണ്ടി വന്നു. മുകേഷ്, എത്രയോ നടന്മാർക്കെതിരെ, ഞാൻ അവരുടെയൊന്നും പേരുകൾ പറയുന്നില്ല, എത്രയോ നടന്മാർക്കെതിരെ എത്രയോ ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി നടിമാർ മുന്നോട്ട് വന്നു. മുകേഷ് ഇപ്പോഴും MLA ആണ്, നമ്മുടെ നിയമസഭയിലെ MLA ആണ്, കൊല്ലം. വെച്ചാൽ അതിൻ്റെ ഒന്ന് വിശാലിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ദിവ്യ ഗോപിനാഥ് അവർ 2018 തന്നെ അലൻസിയർക്കെതിരായിട്ട് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതാണ്. ഏത് കോൺഗ്രസിൻ്റെ ഏത് വനിതാ നേതാവായിരുന്നു അവർക്കന്ന് പിന്തുണയുമായിട്ട് പോയത്? ആരും പോയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എന്തുമാത്രം വെളിപ്പെടുത്തലുകൾ ഇവിടെ വന്നു. എത്ര വനിതാ നടിമാർ വന്ന് ഒന്നിനു പുറകെ ഒന്നായി പച്ചയ്ക്ക് ഈ നടന്മാർ ചെയ്തിട്ടുള്ള ലൈംഗിക പീഡനത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് പ്രതികരണമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടാവുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ 5-6 പ്രസ്താവനകൾ ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ കുറച്ച് പത്രസമ്മേളനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇത്രയും ഭീകരമായിട്ടുള്ള ലൈംഗിക ചൂഷണം സിനിമാ രംഗത്തുള്ള വിരലിലെണ്ണാവുന്ന വമ്പന്മാർ നടത്തിയതിനെതിരെ സിനിമാ രംഗത്തെ വനിതാ നടിമാർ വന്ന് ഇത്രയും ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എന്ത് ജനരോഷത്തെ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്? എന്ത് ജനരോഷം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDFന് കഴിഞ്ഞിട്ടുണ്ട്? പക്ഷേ എന്ത് പ്രതിരോധം വളർത്തിയെടുക്കാൻ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള എതിർപ്പ് കൊണ്ടല്ലേ. ഞാൻ ഡോക്ടർ സോയ ജോസഫിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ അധികാരത്തിൽ നിന്ന് UDF സർക്കാരായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു?
ഇപ്പോൾ ഇവിടെ അധികാരത്തിലിരുന്നത് UDF സർക്കാരായിരുന്നുവെങ്കിൽ ഇവിടെ കത്തിയുമായിരുന്നു. ഇവിടെ എന്താ കാരണം? ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു വിശ്വാസയോഗ്യതയില്ലാത്ത ഒരു സോളാർ പരാതിക്കാരി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയവരാണ് ഇന്നിവിടെ അധികാരത്തിലിരിക്കുന്നവർ. അപ്പോൾ അവരിവിടെ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ 1,00,000-ൽ 1 പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്താണ് ഉണ്ടാവാത്തതിൻ്റെ കാരണം? ഇപ്പം തന്നെ ഒന്ന് നോക്കിക്കേ. ഈ പ്രസ്താവനകളുമായിട്ട് വരുന്നത് ആരാ? സതീശൻ കുറച്ച് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇത്രയും ഭീകരമായിട്ടുള്ള വിഷയം ഇവിടെ നടന്നിട്ട് ഏത് കോൺഗ്രസ് നേതാക്കന്മാരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇനി ഇതെല്ലാം പോട്ടെ, കോൺഗ്രസിൽ ഏത് വനിതാ നേതാവാണ് മറ്റേ ബിന്ദു കൃഷ്ണയോ മറ്റോ മുകേഷിനെതിരെ എന്തോ കൊല്ലത്ത് എന്തോ പറയുന്നതായിട്ട് കണ്ടു. അതിനപ്പുറത്ത് ഇത്രയും ഭീകരമായി വനിതകൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം ഈ സിനിമാ രംഗത്തുള്ളവരുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള പലരും കോൺഗ്രസിലുമുണ്ട്, ഘടക കക്ഷികളിലുമുണ്ട്. പേരുകളൊക്കെ എനിക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി, ഇത് ഞാൻ കോൺഗ്രസിനെ മാത്രമായിട്ടല്ല പറയുന്നത്, ഞാൻ BJPയുടെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. BJPയും ഇതുപോലെ തന്നെ 5-6 പത്രപ്രസ്താവനകളിലും പത്രസമ്മേളനങ്ങളിലും മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കാരണം സിനിമാ രംഗത്തുള്ള പല പ്രബലന്മാരും BJPക്കാർക്കും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നടന്മാരുടെ മൂടുപടങ്ങൾ അഴിഞ്ഞു വീഴാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഉത്തരവാദികൾ ജനങ്ങളാണ്, പൊതുജനങ്ങളാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ദയനീയമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാം. തീർച്ചയായും.